ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിപ്പോൾ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ഇന്ന് ഞാൻ കൂടുതൽ ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടക്കുന്നില്ല, എന്നൊരു ഇൻട്രൊഡക്ഷൻ തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ കുറച്ച് ആളുകളുണ്ട്, കുറച്ച് ആൾക്കാർ യൂട്യൂബ് ലൈവിലുണ്ട്. ഇത് ഫ്രീ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ 40 മിനിറ്റ് ആവുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കട്ടാവും. കട്ടാവുന്ന സമയത്ത് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റീകണക്ട് ചെയ്താൽ മതി. അത് ആദ്യം പറയുകയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറയുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. സംസാരിക്കുന്ന ആൾ മാത്രം മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, ബാക്കിയുള്ള എല്ലാവരും മ്യൂട്ടിൽ നിൽക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം ഇത് വളരെ ബേസിക് ലെവലിൽ മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ പല തരത്തിൽപ്പെട്ട കുട്ടികളുണ്ടാവും. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളുണ്ട്, ഇംഗ്ലീഷിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്, ഒരു ആവറേജ് രീതിയിലുള്ള ഇംഗ്ലീഷിലുള്ള പല ലെവലിലുള്ള കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികൾ ആദ്യത്തെ കുറേ ക്ലാസ്സുകളിലൊക്കെ ചിലപ്പം കുറച്ച് ബോറടിക്കേണ്ടി വരും. കാരണം നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോയി അത്യാവശ്യം ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടെക്നിക്കലി പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു വരുന്നത് ബേസിക് ഇംഗ്ലീഷാണ്. ബേസിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ കൊല്ലങ്ങളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിനിമം നമ്മളൊക്കെ 8 അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഇംഗ്ലീഷ് കേട്ടുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഭൂരിപക്ഷം ആളുകൾക്കും 99% ആളുകൾക്കും ഇപ്പോഴും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ ഒന്നുകിൽ നമ്മളായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് പേടിയാണ്, നമ്മളത് ചെയ്യാറില്ല. ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഒന്നുകിൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക, മിണ്ടാതിരിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ മലയാളം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ നമ്മൾ ഓൾറെഡി ഒരു ഭാഷ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റീസണാണ്. കാരണം എന്താ, നമുക്ക് ഓൾറെഡി ഒരു ഭാഷ അറിയാം. എന്താ അറിയാം? മലയാളം അറിയാം അല്ലേ? അപ്പോൾ മലയാളം അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ആ മലയാളത്തിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അങ്ങനെ ബുദ്ധിമുട്ടി യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോൾ വരുന്നില്ല. അതാണ് ബേസിക് ആയിട്ടുള്ള റീസൺ. രണ്ടാമത്തെ കാര്യം, നമുക്ക് തെറ്റുമെന്നുള്ള പേടിയാണ്. തെറ്റുമെന്നുള്ള പേടിയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇംഗ്ലീഷ് പലരും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിൽ തന്നെ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസ് ഇംഗ്ലീഷ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് പറയേണ്ട സന്ദർഭം വരുന്ന സമയത്ത് നമ്മൾ മിണ്ടായിരിക്കുക ചെയ്യുക. ഇപ്പോൾ എന്തിനാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നത്, നമ്മൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നുള്ളതാണ്. മലയാളികളായ നമ്മൾ എന്തിന് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണ്. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. നമുക്ക് ഇറ്റ്സ് എ വിൻഡോ ടു ദ വേൾഡ് എന്നാണ് പറയുക. ലോകത്തിലേക്കുള്ള നമുക്ക് ഉള്ളൊരു വിൻഡോ ആണ്, ഒരു വാതായനമാണ് ശരിക്കും എന്ത് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ മലയാളം ഫിലിമുകൾ കണ്ടാൽ പൂർണ്ണമായും മനസ്സിലാവും. ഇപ്പോൾ ന്യൂ ജനറേഷൻ മലയാളം ഫിലിംസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഈ ന്യൂ ജനറേഷൻ മലയാളം ഫിലിംസ് കണ്ടാൽ തന്നെ അതിലെല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷും അറിയണം എന്നുള്ളതാണ്. നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പുതിയ പുതിയ സിനിമകളിലൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഡയലോഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളൊക്കെ അവിടെ ചിലപ്പോൾ തമാശ ഉണ്ടാവും, അത് കേട്ട് മനസ്സിലാവാൻ ചിരിക്കും, നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കും. ഒരു തമാശ മനസ്സിലാവാതെ അന്തം വിട്ടിക്കണ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. വലിയൊരു ഹൊറിബിളായിട്ടുള്ള സിറ്റുവേഷനാണ് അല്ലേ? അതേപോലെ സ്പോർട്സ് നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് കാണും, ഇപ്പോൾ IPL കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇനി പിന്നെ ISL വരുന്നു. ISL പിന്നെ ഷൈജു ദാമോദരൻ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമല്ല. അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യം നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷിലാണ് പറയുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. അതൊക്കെ ഒരു നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇൻ്റർനെറ്റിൽ യുഗമാണ്, ഇപ്പോൾ ഓൺലൈൻ യുഗമാണ്. ഓൺലൈനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇംഗ്ലീഷ് വളരെ അത്യാവശ്യമാണ്.
ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റായി മനസ്സിലാക്കപ്പെടാൻ അല്ലെങ്കിൽ തീരെ മനസ്സിലാക്കാതിരിക്കാം. അതുകൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലർക്കും വരാറുണ്ട്. ഈവൻ നമുക്ക് വരുന്നൊരു മെസ്സേജ്, ഇപ്പം മെസ്സേജുകളുടെ കാലമാണ് അല്ലേ, പല തരത്തിലുള്ള മെസ്സേജുകളിലൂടെ തട്ടിപ്പ് നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ മെസ്സേജിൽ പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാതെ നമ്മൾ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലക്ഷങ്ങളോ കോടികളോ നഷ്ടം വരെ സംഭവിക്കാനുള്ള സാധ്യതയാണ് അല്ലേ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തിനാണ് ഇത് പഠിക്കേണ്ടത് എന്നുള്ളൊരു ആവശ്യകത നിങ്ങൾക്ക് വേണം. ഇനി ഈ ക്ലാസ് ഞാൻ താല്പര്യമുള്ളവർ എന്നാണ് ഞാൻ എൻ്റെ മെസ്സേജിൽ തന്നിട്ടുള്ളത് അല്ലേ. താല്പര്യമുള്ളവർ എന്ന് മാത്രമാണ്. സാധാരണ അതിൽ വിസിറ്റേഴ്സിൻ്റെ ക്ലാസ് താല്പര്യമുള്ളവർ കണ്ടാൽ പോരാ, എല്ലാവരും കാണണം നിർബന്ധമാണ്. പക്ഷേ ഈ ക്ലാസ് താല്പര്യമുള്ളവർ എന്ന് പറയാൻ കാരണം ഇത് നിങ്ങളുടെ ആവശ്യമായിട്ട് വരുന്ന ആളുകൾ മാത്രമേ ഈ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ സാധാരണ സ്കൂളിലൊരു ക്ലാസ് പോലെ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് നിർബന്ധാവസ്ഥയിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിൽ ഇപ്പോൾ ഞാനൊരു ഒരറ്റത്തിരിക്കുകയാണ്, നിങ്ങൾ വേറെ പല ഭാഗങ്ങളിലിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. അതെന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതണം. അതൊന്ന് പറഞ്ഞു നോക്കാൻ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു നോക്കണം. ചെറിയ എന്തെങ്കിലും വർക്ക് തരികയാണെങ്കിൽ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം അല്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങനെ ഈ സാധനമൊക്കെ ഓണാക്കി കുറച്ച് ഡാറ്റ ചിലവഴിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ നിങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യമാണോ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയല്ലാത്ത എനിക്ക് വേണ്ടി ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ലല്ലോ. അപ്പോൾ ആ ഒരു ആവശ്യമാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. അങ്ങനെയുള്ള ആളുകളെ ഇനി തുറന്ന് ഈ ക്ലാസ്സുകളിൽ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയാണ്, ദേഷ്യം പിടിച്ച് പറയല്ല. കാരണം അതുകൊണ്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഈ സമയം നമ്മൾ ചിലവഴിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കാനുള്ള എളുപ്പ വഴി എന്താണ്? വളരെ എളുപ്പമുള്ളൊരു വഴിയുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ. നിങ്ങൾക്കറിയാം അത് എന്താണ് ഏറ്റവും എളുപ്പ വഴി? ഏറ്റവും എളുപ്പ വഴി ലോകത്താരും അതിനേക്കാൾ വലിയൊരു എളുപ്പ വഴി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്താണത്? സിമ്പിളാണ്. യൂസ് ഇറ്റ്. യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ ഒരു വഴിയില്ല. ഏത് ഭാഷയാണെങ്കിലും പഠിക്കണമെങ്കിൽ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി അത് എന്താ പറയുക, അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ കഷായോ മരുന്നോ ഗുളികയൊന്നുമില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിച്ചാൽ ഇംഗ്ലീഷ് പകുതി അല്ലെങ്കിൽ ഒരു മാസം അടുപ്പിച്ച് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു ഗുളികയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം അതുവരെ നമ്മുടെ മുന്നിൽ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, യൂസ് ചെയ്യുക. ഓക്കെ, അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറണം. ഹാബിറ്റായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമാവണം. എങ്ങനെയാണ് മാറുക? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, നമുക്കിത് യൂസ് ചെയ്യാനുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് തെറ്റിപ്പോവുക എന്നുള്ളതാണ് അല്ലേ. തെറ്റിപ്പോവോ, ഞാൻ പറയുന്നത് ശരിയാവുമോ? അത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് ആ പ്രശ്നം. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവർക്ക് വരെ ആ പ്രശ്നം ഉണ്ടെങ്കിൽ പഠിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആ പ്രശ്നം ഉണ്ടാവുമല്ലോ. ആർക്കും ഉണ്ടാവും ആ പ്രശ്നം. തെറ്റിപ്പോവോ? നമുക്ക് മലയാളികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ നല്ല പ്രാപ്തി ഉണ്ടാവേണ്ടത് മലയാളികൾക്കാണ്. പക്ഷേ മലയാളികളാണ് ഏറ്റവും കുറച്ചിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന കണ്ടാൽ നമ്മൾ അന്തം വിടും. കാരണം ഗ്രാമർ ശരിയൊന്നും ആയിട്ടല്ല, പക്ഷെ അവർ ചറ പറയാന്നെന്ന് പറയും. ഒന്നും നോക്കില്ല, തെറ്റുണ്ടോ അതൊന്നും ഒരു വിഷയമല്ല അവർക്ക്. പക്ഷേ കാര്യം മനസ്സിലാവും. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലായ പോലെ കറക്റ്റാണോ, ഗ്രാമർ കറക്റ്റാണോ എന്നൊക്കെ നമുക്ക് നോക്കണം. എന്നാൽ ഗ്രാമർ പഠിക്കണം. ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ ഒരു കാര്യവും നമുക്ക് തെറ്റാതെ പഠിക്കാൻ കഴിയില്ല അല്ലേ. നിങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ചിലപ്പോൾ സ്കൂട്ടറൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. മുമ്പൊക്കെയാണ്, ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് സ്കൂട്ടറുകൾ വരുന്നതിന് മുന്നേ ബൈക്കായിരുന്നു എല്ലാവരും പഠിക്കുന്ന സമയത്ത് അതിന് 4-5 ഗിയറൊക്കെ ഉണ്ടാവും അല്ലേ. അതിനൊരു പഠിപ്പിക്കുന്ന സമയത്ത് നേരെ ഇരിക്കണമെങ്കിൽ തന്നെ ഒരാഴ്ച വരണം. നേരെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഊരൊക്കെ വളഞ്ഞിങ്ങനെ വീഴാനൊക്കെ പോകും. അങ്ങനെ നേരെ ഇരിക്കാൻ പഠിച്ച് പിന്നെ നമ്മൾ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഭയങ്കര കോമഡി ആയിരിക്കും. ഫസ്റ്റിൽ ക്ലച്ച് അമർത്തി ഗിയർ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് വേണം നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാൻ. ഇതൊക്കെ തിയറി ക്ലാസ്സിൽ ആദ്യം ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതൊന്നും സംഭവം നടക്കില്ല. കാരണം ഏതൊരാൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തും വണ്ടി ഒന്ന് മുന്നോട്ട് കുതിച്ചിട്ട് നിന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങനെ നിന്ന് പോയിട്ടുണ്ടാവും. വണ്ടി ഓഫായിട്ടുണ്ടാവും, വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇത് പഠിച്ച് പിന്നെ പഠിച്ചിട്ടാണ് പിന്നെ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗിയർ ഉണ്ടോ നമ്മൾ അറിയുന്നതല്ല അല്ലേ. ഗിയറോ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നമുക്ക് ഓട്ടോമാറ്റിക് സൈഡ് കൊടുക്കും. നമ്മൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടോ പാട്ട് കേട്ടുകൊണ്ടോ അടുത്തുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഈ
സുഖമായിട്ട് അത് സംഗതികൾ ചെയ്യുന്നു. എന്ത് സംഗതിയാണെങ്കിലും നമ്മളെന്താണ് എല്ലാം തികഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് ആദ്യത്തെ ട്രയലിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചത് എന്താ? നമ്മൾ ഈവൻ നടക്കാൻ പഠിച്ചത് പോലും എത്ര പ്രാവശ്യം വീണിട്ടാണ്. വീഴാൻ തയ്യാറില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല. പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നടക്കാൻ പഠിച്ചിട്ടേ ഞാൻ ആ സംഭവം തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇപ്പം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് ഏതോ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളിതൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഹാബിറ്റ് ഫോർമേഷനാണ് ഈ ഇംഗ്ലീഷ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറണം. യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുക എന്നുള്ളത് ഒരു യൂസാണ്, പറയുക എന്നുള്ളതൊരു യൂസാണ്, എഴുതുക എന്നുള്ളത് യൂസാണ്, വായിക്കുക എന്നുള്ളതൊക്കെ യൂസാണ്. ഈ 4 തരം യൂസേജസ് ആണ് ഉണ്ടാവുക. ഈ യൂസേജസ് നമ്മൾ ചെയ്തു, ഇതാണ് യൂസ് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും മലയാളം നമ്മൾ ഓൾറെഡി മലയാളം അറിയുന്ന ആൾക്കാരാണ്. ഈ മലയാളം അറിയുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മലയാളം വേൾഡിലാണ് അല്ലേ, നമ്മുടെ ചുറ്റുപാടും മലയാളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ, എഴുതുമ്പോൾ ഒക്കെ നമ്മൾ എന്താ ചെയ്യുക, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് നേരെ എന്താ പറയുക വിവർത്തനം ചെയ്യാനാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. അത് സ്വാഭാവികമാണ്. ഒരു ഭാഷ അറിയുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ വാക്യഘടനയും ഇംഗ്ലീഷിലെ വാക്യഘടനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് അവിടെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഹലോ, പറഞ്ഞോളൂ, എന്താണ്? ആരെന്താ പറഞ്ഞോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിയോ ക്ലിയർ ആണല്ലോ? ഒന്ന് കൺഫേം ചെയ്യൂ. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഓഡിയോ ക്ലിയർ അല്ലേ? ആരോ കേൾക്കുന്നില്ലാന്നോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ആരോ എന്തോ പറഞ്ഞ പോലെ തോന്നി എനിക്ക്. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആകുന്നുണ്ട്, നേരത്തെ ഇല്ലായിരുന്നു. ഓക്കെ, ഇവിടെ ഓക്കെ ആണ്. നമ്മൾ സെറ്റ് ചെയ്ത് എവിടെയെങ്കിലും റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും തോന്നുന്നു. ഓക്കെ ഓക്കെ സർ. യെസ്. അപ്പോൾ നമുക്ക് ഒരുപാട് വാക്കുകൾ അറിയാം. ആക്ച്വലി നമ്മൾ ഇത്രയും കാലം കൊണ്ട് ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ അറിയാം. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇംഗ്ലീഷ് വാക്കേ അറിയും, മലയാളം എന്താണെന്ന് അറിയില്ല അല്ലേ? എത്ര വാക്കുകൾ നമുക്ക് അറിയാമെന്ന് നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു നോട്ട്ബുക്കും പെന്നും ഉണ്ടല്ലോ. ഒരു ക്ലാസ്സിനിരിക്കുമ്പോൾ മിക്കവാറും അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു 2 മിനിറ്റ് സമയം തരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എത്ര വാക്ക് അറിയാം എന്ന് നിങ്ങളൊന്ന് എഴുതി. എത്ര വാക്ക് അറിയാം നിങ്ങളൊന്ന് ആലോചിക്കുക. എനിക്ക് ഇംഗ്ലീഷിൽ എത്ര വാക്കുകൾ അറിയാം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആ നമ്പർ ഒന്ന് എഴുതിക്കേ. നിങ്ങൾ നോട്ട്ബുക്കിലോ പേപ്പർ എന്താണെന്ന് കയ്യിൽ വെച്ചാൽ അതിൽ നിന്ന് എഴുതുക. എനിക്ക് ഇത്ര വാക്കുകൾ, ഏകദേശം എണ്ണി നോക്കാനൊന്നും കഴിയില്ല, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് എത്ര വാക്കുകൾ അറിയാം ഇംഗ്ലീഷിൽ ഒന്ന് എഴുതി നോക്കിക്കേ. ഒരു 2 മിനിറ്റ് സമയം തരാം. എഴുതുന്നുണ്ടോ എല്ലാവരും? എത്ര വാക്കുകൾ അറിയാം? അപ്പോൾ എനിക്ക് 100 വാക്കുകൾ അറിയാം, അല്ലെങ്കിൽ എനിക്ക് 500 വാക്കുകൾ അറിയാം, 1000 വാക്കുകൾ അറിയാം, ഏകദേശം അല്ലെങ്കിൽ ഒരു 900 വാക്കുകൾ അറിയാം എന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഒരു കാൽക്കുലേഷനാണ് ഞാൻ പറയുന്നത്. എഴുതിയിട്ടുണ്ടാവും അല്ലേ? എത്ര വാക്കുകൾ എനിക്ക് അറിയാമെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇനി 2 മിനിറ്റ് കൂടി സമയം തരാം. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ വരുന്ന വാക്കുകൾ ഒരു 2 മിനിറ്റ് കൊണ്ട് എത്ര വാക്കുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു. ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പറയുന്നു, നിങ്ങളവിടെ കേൾക്കുന്നു, ആ കാര്യങ്ങൾ അവിടെ ചെയ്യണം. എന്നാലേ കാര്യം, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, എന്തായാലും ഇത് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറും എന്താ പറയുക, മലയാളത്തിൽ പറഞ്ഞ അധര വ്യായാമം, ഒരു ലിപ്പ് എക്സസൈസ് മാത്രമായിട്ട് മാറും. ഒന്ന് എഴുതി നോക്കൂ, നിങ്ങൾക്ക് ഇപ്പം മനസ്സിൽ വരുന്ന വാക്കുകളൊക്കെ ഓരോന്നോരോന്നായിട്ട്.
ഈ സൂമിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ ഒന്നും ബേജാറാവാനില്ല, ഒന്നുകൂടെ കയറിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പെയ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക് മാറണം. അത് എത്രമാത്രം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ടല്ലേ നമുക്ക് അതിലേക്ക് മാറിയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അത്രയും മതി. ഇപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ ഒന്ന് മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് പറയാം, എഴുതിയോ? എന്നാലും എനിക്ക് ഇവിടെ ഞാനിവിടെ എന്താ പറയുക, ഏകനാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എഴുതിയോ? എഴുതിയിട്ടുണ്ട്. ഏകദേശം എത്ര വാക്കുകൾ എഴുതി? ഒരു 20 20-30 ഒക്കെ എഴുതിയിട്ടുണ്ടാവും. വേറെ ആരെങ്കിലും ഒന്ന് പറയാ എത്ര എഴുതി എന്നുള്ളത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? ഞാൻ പറയാന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളണം. അതാണ് പരിപാടി, എന്നാലേ നടക്കുള്ളൂ സംഭവം. 20 എഴുതി. 30 എഴുതിയെന്ന് റസ പറയുന്നുണ്ട്. ചാറ്റിൽ പറഞ്ഞാലും മതി. ഓക്കെ. അപ്പം ഞാൻ വളരെ കുറച്ച് സമയം നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് 20, 25, 30 വാക്കുകളൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല വൊക്കാബുലറി, അതായത് പദസമ്പത്ത് ഉണ്ട് എന്നർത്ഥം. ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് അറിയാം. ഞാൻ കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കും, എനിക്ക് ഇത്രയും വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ അറിയോ? നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും. നിങ്ങളിപ്പോഴായിരിക്കും അത് തിരിച്ചറിയാം. എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കാലം തിരിച്ചറിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇത് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാതെ കിടന്നിരുന്ന വാക്കുകളാണ് അല്ലേ? നമ്മൾ പ്രത്യേകിച്ച് യൂസ് ചെയ്യാതെ ഇരുന്ന വാക്കുകളായതുകൊണ്ട് ഇതൊക്കെ നമുക്കറിയാം, പരിചയമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അറിയാം, ഇന്ന ആൾക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അല്ലേ? നമ്മൾ ഒരിക്കൽ മാത്രം കണ്ടല്ല, 2 പ്രാവശ്യം കണ്ട് പിന്നെ ഒരുപാട് കാലത്തേക്ക് കാണാത്ത ആൾക്കാരാണെങ്കിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്നൊന്നും മാറി നിൽക്കും. ഓർമ്മയില്ല എന്നല്ല, പിന്നെ കാണുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകൾ അറിയാം. ഈ വാക്കുകൾ എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്ന് മാത്രമേ ഇനി പഠിക്കാനുള്ളൂ. ഏകദേശം നമുക്ക് ഒരു ലൈഫിൽ വേണ്ട വാക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്ന് മാത്രമാണ് ഇനി പഠിക്കാനുള്ളത്. ഞാൻ ഇന്ന് കൂടുതലായിട്ടുള്ള ക്ലാസ്സിലേക്ക് കടക്കുന്നില്ല. ഞാൻ എൻ്റെ ജസ്റ്റ് നമ്മളൊരു ബിഗിനിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇതിൽ നമുക്ക് എന്തൊക്കെ തരം വാക്കുകൾ, നിങ്ങൾ എഴുതിയ 10-30 വാക്ക്, ഇനി കുറച്ചുകൂടെ സമയം എഴുതാൻ നിങ്ങൾക്ക് 500, 1000, 2000, 10,000, 50,000 വാക്കുകളൊക്കെ ചിലപ്പോൾ എഴുതാൻ പറ്റും. ഇംഗ്ലീഷിൽ ലക്ഷക്കണക്കിന് വാക്കുകൾ ഉണ്ടാവാം. ഈ വാക്കുകളെല്ലാം പഠിച്ചിട്ടൊന്നും ഇംഗ്ലീഷ് നമുക്ക് ആർക്കും പഠിക്കാൻ കഴിയില്ല. കാരണം ഇംഗ്ലീഷുകാർക്ക് തന്നെ അറിയില്ല മലയാളത്തിൽ എത്ര വാക്കുണ്ട്. മലയാളത്തിലെ ശബ്ദ താരാവലി എന്ന് പറയുന്നൊരു ഡിക്ഷണറി നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള നല്ലൊരു ശതമാനം വാക്കുകൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളായിരിക്കും. ഏത് ലാംഗ്വേജിലും ഉണ്ടാവും. ഓക്കെ. പക്ഷെ അത്യാവശ്യം നമുക്ക് പറയാനുള്ള വളരെ കുറച്ച് വാക്കുകൾ മതി. ആ വാക്കുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ലാംഗ്വേജ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ വാക്കുകൾ നമുക്ക് ഏകദേശം ഒരു 8-9 തരം വാക്കുകളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളൂ. അത്രയേ ഉള്ളൂ. ഒരു 9 തരം വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ 8 വാക്കുകൾ എന്ന് പറയാം. ഒരു 9 ഐറ്റം വാക്കുകളാണ് ഉണ്ടാവുക, 9 വിഭാഗം വാക്കുകൾ വേർഡ്സിന്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയാം. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഓക്കെ. കാണുന്നുണ്ട് സാർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ എഴുതി കാണുന്നുണ്ടല്ലോ. എന്താണിത്? നൗൺസ്. വെരി ഗുഡ്. നൗൺസ് ആണ് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്.
അതൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ പറയുന്ന സമയത്ത് മാത്രം മൈക്ക് ഓൺ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് മ്യൂട്ട് ചെയ്യുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എന്താണ്? വേർബ്സ് ആണ്, നൗൺസ് ആണ്, വേർബ്സ്. അതെന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നത്. ഇപ്പോൾ പേര് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വേർബ്സ് ആണ്, നൗൺസ് ആണ്, വേർബ്സ് ആണ്. ഏകദേശം അറിയായിരിക്കും. നൗൺ എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ് അല്ലെങ്കിൽ പേരുകളാണ്. ഒരു കാര്യം ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നൗണാണ്. ഈ നൗൺ എന്ന് പറയുന്നത് തന്നെ ഒരു നൗണാണ്. ഒക്കെ നമ്മൾ വിശദമായിട്ട് നൗണിനെ കുറിച്ച് നമ്മൾ പറയും. പിന്നുള്ളത് വേർബ്സ് ആണ്, ക്രിയകൾ എന്ന് മലയാളത്തിൽ പറയും, ക്രിയകളാണ്. ഓക്കെ, പിന്നെ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ദ, ദിസ്, ദാറ്റ് എന്നൊക്കെ പോലെയുള്ള സാധനങ്ങൾ. അതാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയാം. പിന്നുള്ളത് അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ്സ്, നാമവിശേഷണങ്ങൾ. ബ്യൂട്ടിഫുൾ, നൈസ്, ഫാന്റാസ്റ്റിക്, വെരി ബിഗ് എന്നൊക്കെ പറയില്ല നമ്മൾ. സ്മോൾ, ഷോർട്ട്, അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് എന്തിൽ വരിക? അഡ്ജക്റ്റീവ്സിൽ വരിക. അടുത്തത് ആഡ്വേർബ്സ് ആണ്. ആഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ വിശേഷണം. ഇതൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ പേര് കേട്ടത് എനിക്കത് അറിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോന്നോരോന്ന് വിശദമായിട്ട് പറയും. ഇതൊക്കെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ. ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക എന്നുള്ളതിലല്ല ഇമ്പോർട്ടൻസ്. ഇതെന്താണ് ആ സാധനം എന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് പ്രപ്പോസിഷൻസ് എന്ന് പറയും. നമുക്കറിയാം അതാണ് ഇൻ, ഓൺ, അറ്റ്, അല്ലേ, ഫോർ, വിത്ത് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളാണ്. ചെറിയ ചെറിയ വാക്കുകളാണ് അതുണ്ടാവുക മിക്കവാറും. ഓക്കെ, പ്രപ്പോസിഷൻസ്. അതേപോലെ തന്നെ ഏതാണ്? കൺജങ്ഷൻസ്. ഈ പേരിൽ തന്നെ ഒരു ജംഗ്ഷൻ ഉണ്ട് അല്ലേ? കൺജങ്ഷൻസ്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേരുന്ന സ്ഥലമാണ് അല്ലേ? ഒരു 2 റോഡ്, 3 റോഡ്, 4 റോഡൊക്കെ കൂടിച്ചേരുന്ന സ്ഥലമാണ് നമ്മൾ എന്ത് പറയാം? ജംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ കൂട്ടിച്ചേർക്കുന്ന അല്ലേ, 2 വാക്കുകളോ അതൊക്കെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻസ്. അത് നമ്മൾ പറയും. ഇതൊന്നും വലിയൊരു വിഷയങ്ങളല്ല. നിങ്ങൾ ആദ്യത്തെ 1-2 പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളായിട്ട് പഠിക്കും. പിന്നെ ഉള്ളത് ഇൻ്റർജെക്ഷൻസ്. ഞാൻ തൽക്കാലം ഇൻ്റർജെക്ഷൻസ് പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര സംഭവമാണെന്ന് തോന്നും. ചില ആൾക്കാർക്ക് ഇത് പരിചയം ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഈ പേര് പരിചയം ഉണ്ടാവില്ല. ഇത് ഒന്നുമില്ല. നിങ്ങളൊരാൾ നല്ല ഒരു നുള്ളിയാൽ ഒരു ശബ്ദം ഉണ്ടാവും അല്ലേ? എന്താ ശബ്ദം ഉണ്ടാവുക? ഓ എന്നൊരു ശബ്ദം ഉണ്ടാവും, അല്ലെ അയ്യോ എന്നൊരു ശബ്ദം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ശബ്ദങ്ങളാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്നുണ്ടാവുന്ന വികാരങ്ങൾ, വേദന ഉണ്ടാവുമ്പോൾ അല്ലെ അത്ഭുതം ഉണ്ടാവുമ്പോൾ വാവ് എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെ എന്താണ്? ഇൻ്റർജെക്ഷൻ എന്നാണ്. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. അയ്യോ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സമയത്ത് ഓരോ മീനിങ് ആണ്. അയ്യോ എന്ത് ഭംഗിയാന്ന് പറഞ്ഞാൽ അയ്യോൻ്റെ മീനിങ് അവിടെ ഭയങ്കര അത്ഭുതമാണ് അല്ലേ? അയ്യോ എനിക്ക് വേദനയാവുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അയ്യോൻ്റെ മീനിങ് വേറെയാണ്. അപ്പോൾ അയ്യോ എന്നുള്ള വാക്കിനൊരു മീനിങ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു ശബ്ദമാണ്. ആ ശബ്ദത്തിൻ്റെ സന്ദർഭം അനുസരിച്ച് അതിന് എന്തുണ്ടാവും? പല ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നർത്ഥം. അത്രയേ ഉള്ളൂ. ഈ 8-9 വിഭാഗത്തിൽപ്പെട്ട വാക്കുകളേ ഉള്ളൂ ഇംഗ്ലീഷിൽ. ഇപ്പോൾ സിമ്പിളായില്ലേ? ഇത്ര വാക്കുകളെ ഇംഗ്ലീഷിലുള്ളൂ. നിങ്ങൾ ഏത് വാക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിലേതെങ്കിലും ഒരു തരത്തിൽപ്പെട്ട വാക്കുകളായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? നൗൺസ് ആൻഡ് വേർബ്സ്. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. നൗൺസ് ആൻഡ് വേർബ്സ്. നൗൺസിൽ നമ്മൾ തുടങ്ങും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൽ നമ്മൾ സാധാരണ യൂസേജസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം വേർബാണ്. എന്താണ്? വേർബാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ നൗണാണ്. ഈ നൗണും വേർബും കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കൂടെ വരുന്ന സാധനങ്ങളാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ,
ഓക്കെ, റെഡി. അപ്പോൾ വേർബാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പിന്നെ നൗൺ ആൻഡ് വേർബ്, അല്ല നമുക്ക് നൗൺ ഫ്രേസ് വേർബ് ഫ്രേസ് എന്ന് വിളിക്കാം. ഞാൻ പറയാൻ പോവുക അങ്ങനെയാണ്, നൗൺ ഫ്രേസ് വേർബ് ഫ്രേസ്. നമ്മൾ സാധാരണഗതിയിൽ ഏത് സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഉണ്ടാവുക ഒന്നുമില്ല നൗൺ ഫ്രേസ് ആണ്, വേർബ് ഫ്രേസ് ആണ്. ഈ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയൊരു ഭാഷയാണ്. ഏറ്റവും പുതിയ ഭാഷ എന്ന് പറഞ്ഞാൽ വലിയ ഗ്രാമറൊന്നുമില്ല. മലയാളത്തിനേക്കാളും സംസ്കൃതം അറബിക്കിനേക്കാളൊക്കെ എത്രയോ വളരെ ലൈറ്റായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഗ്രാമർ നിയമങ്ങളൊക്കെ ഉള്ള ഭാഷയാണ്. ഓക്കെ, വാസില ജഹാൻ ഒന്ന് മ്യൂട്ട് ചെയ്ത് നോക്കണേ. ഓക്കെ, ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെന്ന് ഞാനൊന്ന് പറയുന്നുള്ളൂ. ഇതൊന്നും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും, വിശദമായിട്ട് പറയും. ഓക്കെ, അപ്പോൾ വാക്കുകൾ ഏത് ടൈപ്പാണ്, അത് എങ്ങനെ ഏത് ഭാഗത്ത് കറക്റ്റ് യൂസ് ചെയ്യണമെന്ന് അറിയാം. പിന്നെ നമുക്ക് പറ്റുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞു നമ്മൾ മലയാളത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നത് അല്ലേ. അപ്പോൾ മലയാളത്തിൽ നമ്മൾ ആലോചിക്കും ആദ്യം. നമ്മൾ ഇംഗ്ലീഷ് പ്രയോഗിക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം മലയാളത്തിൽ ആലോചിക്കും അല്ലേ. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് വാക്കുകൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ കണ്ടുപിടിച്ചിട്ട് അത് പറയും. അപ്പം നിങ്ങളൊക്കെ എഴുതുന്നതൊക്കെ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ പറയുന്നതോ അല്ലെങ്കിൽ എഴുതുന്നതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഈ ഗൈഡിൽ നോക്കിയിട്ടൊക്കെ സ്കൂൾ മാസ്റ്റർ ലാബറിൻ്റെയിലൊക്കെ നോക്കിയിട്ട് എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊന്നും പറയാൻ കഴിയില്ല. കാരണം അവരുടെ സെൻറ്റൻസൊക്കെ പെർഫെക്റ്റ് സെൻറ്റൻസ് ആയിരിക്കും. അവരറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് പെർഫെക്റ്റ് ആണെന്നുള്ളത്. കാരണം എന്താ, അത് എഴുതുന്നതൊക്കെ നല്ല നല്ല ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർ എഴുതുന്നത്. അത് നേരെ നോക്കി എഴുതാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ വെറും ഒരു കയ്യെഴുത്തുകാരൻ മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ നോക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന സെൻറ്റൻസുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. മലയാളത്തിൽ നിന്ന് നേരിട്ട് ഇംഗ്ലീഷിലേക്ക് ആക്കാനുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് പറയേണ്ട സെൻറ്റൻസ്, ഞാൻ ഇന്നലെ അനിലിനെ കണ്ടു എന്നാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ ഇന്നലെ അനിലിനെ കണ്ടു. ഇത് നമ്മൾ മലയാളത്തിൽ ആദ്യം ആലോചിക്കും അല്ലേ. ഞാൻ ഇന്നലെ അനിലിനെ കണ്ടു. അപ്പം ഞാൻ എന്നുള്ളതിന് എന്തൊക്കെയാണ് വാക്ക്, ഞാൻ എന്നുള്ളതിന് ഐ ആണ്. അപ്പോൾ ഇന്നലെ എന്നുള്ളതിന് യെസ്റ്റർഡേ എന്നാണ്. അനിലിനെ എന്നുള്ള അനിൽ തന്നെയാണ്. അനിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ അനിൽ തന്നെയാണല്ലോ. കണ്ടു എന്നുള്ളതിന് സോ ആണ്. അപ്പോൾ നമ്മൾ നേരെ പറയുന്നത് എന്താണ് സാർ? സ്ക്രീൻ ഫുള്ള് കിട്ടില്ല, ഫുള്ള് വരുന്നില്ല. ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെയാണ്, സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, പക്ഷെ അത് ക്ലിയർ ആയി ഫുള്ള് കിട്ടുന്നില്ല. അത് കട്ടായി പോവാണോ അതോ ക്ലാരിറ്റി കുറവാണോ? ക്ലാരിറ്റി അല്ല, അത് ഫുള്ള് സ്ക്രീൻ ഫുള്ള് കിട്ടുന്നില്ല. ആ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്യാൻ പറ്റുമോ നോക്കുക, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ആളുകൾക്ക് കാണുന്നുണ്ടോ? റെഡി ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. അത് നെറ്റ്വർക്കിന് എന്തോ ഒരു ഇഷ്യൂ ആയിരിക്കും, അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ അനിലിനെ കണ്ടു എന്ന് നമുക്ക് മലയാളത്തിൽ നമ്മൾ ആലോചിച്ചിട്ടാണ് അതിന് ഇംഗ്ലീഷ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളം ഓൾറെഡി പഠിച്ച ആൾക്കാരാണ്. നമ്മൾ ചിന്തിക്കുന്ന ഭാഷ നമ്മളെ മാതൃഭാഷയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഐ യെസ്റ്റർഡേ അനിൽ സോ, നിങ്ങൾ മിക്ക ആളുകൾ 99% ആൾക്കാരും എഴുതുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറ്. ഐ യെസ്റ്റർഡേ അനിൽ സോ, ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ശരിക്കും എന്താ പറയേണ്ടത് ശരിക്കും? ഐ സോ അനിൽ യെസ്റ്റർഡേ എന്നാണ് ഇംഗ്ലീഷുകാർ പറയുക. ഐ സോ അനിൽ യെസ്റ്റർഡേ. അതിനെ നേരെ മലയാളത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്തായി? ഞാൻ കണ്ടു അനിലിനെ ഇന്നലെ. എന്തൊരു കവിത ഒക്കെ വായിക്കുന്ന പോലെ ഉണ്ടാവും അല്ലേ? ഈ ഒരു വ്യത്യാസം, അതായത് മലയാളത്തിൽ നമ്മൾ നേരെ ഇംഗ്ലീഷിലേക്ക് ആക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഈ മലയാളത്തിലെ സ്ട്രക്ചറും ഇംഗ്ലീഷിലെ സ്ട്രക്ചറും തമ്മിൽ ഉള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് വാക്കുകൾ അറിയാം, പക്ഷെ ആ വാക്കുകൾ കറക്റ്റായിട്ട് വാക്യഘടനയിൽ പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയാതിരിക്കുമ്പോഴും നമുക്ക് ഇംഗ്ലീഷിൽ ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തെറ്റിപ്പോകുന്നുള്ള പേടികൊണ്ട് നമുക്ക് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതാണ്. അതായത് വാക്കുകളെക്കുറിച്ച് ഇംഗ്ലീഷിലെ പലതരം വാക്കുകളെക്കുറിച്ച് നമ്മൾ ആദ്യം പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 5, 8, 9 തരം വാക്കുകൾ. ഈ വാക്കുകൾ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ തന്നെയാണ് ഇതൊക്കെ. ഈ വാക്കുകളെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് ഒന്ന് തിരിച്ചറിയും ഇത് ഏതൊക്കെ തരം വാക്കുകളാണ്. ഇനി ഈ വാക്കുകൾ ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം, പ്ലേസ് ചെയ്യാം, അല്ലെ കറക്റ്റ് സ്ഥലത്ത് വെക്കണ്ടേ? എന്നാലല്ലേ അതിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോഴേ അത് ഉദ്ദേശിച്ച കാര്യമായിട്ട് മാറുള്ളൂ അല്ലേ? നമ്മളിപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ മരമാണ് വേണ്ടത്, ആണിയും മരമാണ് വേണ്ടത് അല്ലേ? എന്ന് വിചാരിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും മരത്തിൻ്റെ കഷ്ണം വെച്ചാൽ ടേബിൾ ആവുമോ? ഇല്ല. അപ്പോൾ 4 മൂലയ്ക്ക് കാല് തന്നെ വെക്കണം. ആ കാലിൻ്റെ ഇടയ്ക്കുള്ള വള്ള് എന്നൊക്കെ പറയുന്ന സാധനം അവിടെ തന്നെ വെക്കണം. നമ്മൾ ടേബിളിൻ്റെ മുകളിലുള്ള പലകൾ മുകളിൽ വെക്കണം. അതുകൊണ്ട് അടിയിലോ സൈഡിലോ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, അപ്പോൾ മേശയാവില്ല. മരമാണ്, ഒക്കെ മരം തന്നെയാണ്. പക്ഷേ അത് വെക്കേണ്ടടുത്ത് വെക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള സാധനമായിട്ട് മാറുക. അത് തന്നെ ഭാഷയിലും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയാൻ പോകുന്നത്. അതേപോലുള്ള ഇതിലുള്ള വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല, ഐ എന്നാണ് നമുക്കറിയാം അല്ലേ? ഇന്നലെ എന്നുള്ളതിന് യെസ്റ്റർഡേ എന്നാണെന്ന് അറിയാം. അനിൽ എന്നുള്ളത് നമുക്കറിയാം, അനിൽ തന്നെയാണെന്ന് അറിയാം. ഇവിടെ വേറൊരു സാധനമുണ്ട്, എന്താ? സോ. സോ എന്നിങ്ങനെ പ്രയോഗിക്കും നമ്മൾ എന്നുള്ളതാണ് അടുത്തത്. സോ. അപ്പം നമ്മൾ പഠിച്ചത് സി എന്നാൽ കാണുക എന്നാണല്ലോ. സി ആണ് കാണുന്നതിന്. അപ്പോൾ അതെങ്ങനെ സോ ആയി? അതാണ് രണ്ടാമത്തെ വിഷയം. സോ എങ്ങനെ പ്രയോഗിക്കുന്നു? സി എന്ന് പ്രയോഗിച്ചാൽ പോരെ? കണ്ടു എന്നുള്ളതിന് സോ എന്ന് പ്രയോഗിക്കണം, അല്ലെങ്കിൽ സീങ് എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെ സീൻ എന്ന് പറഞ്ഞാൽ പോരെ? അതൊക്കെ ഉണ്ടല്ലോ, സീൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ടല്ലോ. അതൊക്കെ ഇതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ അത് കണ്ടു എന്നുള്ളതിന് സോ എന്നാണ് പ്രയോഗിക്കേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാവും? ഇനി കാണുന്നു, കണ്ടിരുന്നു, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് പറയണമെങ്കിൽ സോ എന്നുള്ളത് എങ്ങനെ പ്രയോഗിക്കണം? ഈ സോ എന്ന് തന്നെ പറഞ്ഞാൽ മതിയോ, അല്ലെ വേറെ രീതിയിൽ പ്രയോഗിക്കണം? അതായത് വേർബ് എങ്ങനെ പ്രയോഗിക്കണം? ഈ 2 കാര്യങ്ങളെ ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളൂ. നമുക്കറിയാവുന്ന വാക്കുകളിൽ വേർബ് ഏത് കറക്റ്റ് എങ്ങനെയാണ് ആ വാക്ക് പ്രയോഗിക്കേണ്ടത്, എവിടെയാണ് പ്രയോഗിക്കേണ്ടത്, ഓക്കെ, ഏത് രൂപം എവിടെ വെക്കണം എന്ന് പഠിക്കാനേ ഇംഗ്ലീഷിലുള്ളൂ. അപ്പോൾ ഞാൻ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ചൊക്കെ അറിയുന്ന കുട്ടികളുണ്ടാവാം, അവർക്കിത് റിപ്പീറ്റേഷനായി തോന്നാം. പക്ഷേ ഒരു രക്ഷയില്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ പറയും. കാരണം അറിയാത്ത കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന രീതിയിലാണ്. അറിയുന്ന കുട്ടികൾക്കും ഇതൊക്കെ ഒന്നുകൂടി കേൾക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ എത്ര റിപ്പീറ്റ് ചെയ്ത് നമ്മളൊരു കാര്യം കേൾക്കുന്നോ അത്രയും നമ്മുടെ മനസ്സിലത് പതിയും. ഓക്കെ, ഇപ്പോൾ 2 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഒന്ന്, നമ്മൾ വാക്കുകളെ ക്ലാസിഫൈ ചെയ്തിട്ട് ഏത് വാക്ക് ഏത് തരം വാക്കാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഏത് വാക്ക് ഏത് രൂപത്തിൽ പറയണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സി എന്നുള്ളത് സീയിങ് എന്ന് പ്രയോഗിച്ചാൽ എന്താണ് മീനിങ് വരിക, സോ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരിക. ഓക്കെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഇത് എവിടെ വെക്കണം? ഇപ്പോൾ സോ എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഐ സോ അനിൽ യെസ്റ്റർഡേ എന്ന് പറയുന്നതിന് പകരം ഐ യെസ്റ്റർഡേ അനിൽ സോ എന്ന് പറഞ്ഞാൽ മതി. ഈ സോന് അവസാനം വെച്ചാൽ മതിയോ, അല്ല എവിടെ വെക്കണോ? എവിടെ വെക്കണം? കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് കിട്ടണമെങ്കിൽ എവിടെ വെക്കണം? ഈ കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്. ഇതൊന്ന് മനസ്സിൽ നിങ്ങൾ വെക്കുക. നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്, ഈ 2 കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ സാധാരണ ഒരു സെൻറ്റൻസിൽ ഉണ്ടാവുക. കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. 8ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി ചില ക്ലാസ്സുകളിലൊക്കെ അത് കേട്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും കൂടെ ഡീപ്പായിട്ട് ബേസിക്കായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കുക. അത് ഇതുവരെ മനസ്സിലാക്കാത്ത ആളുകൾക്കും ഇപ്പോൾ മനസ്സിലാക്കിയ ആളുകൾക്കും അത് നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്. അപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു കുക്കാവണമെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയണം അല്ലേ? പക്ഷെ അത്യാവശ്യം ഇപ്പോൾ ഒരു കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഭക്ഷണം ചോറും കറിയും ഉണ്ടാക്കാൻ അറിയണം അല്ലേ? ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ഉദാഹരണം എടുക്കുക. ചോറും കറിയും. അത്യാവശ്യം ഒരു ചോറ് വെക്കാൻ അറിയണം, ഒരു കറി വെക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ജീവിച്ചു പോവാം. ആ കറി ചോറിൽ വെച്ച് തിന്നാം അല്ലേ? ഇതാണ് നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്. അപ്പം മിനിമം ഒരു നൗൺ ഫ്രേസും ഒരു വേർബ് ഫ്രേസും ഉണ്ടെങ്കിൽ എന്തായി? ഭക്ഷണമായി. ചോറും കറിയും ഉണ്ടെങ്കിൽ ഭക്ഷണമായി അല്ലേ?
ഇനി നമുക്ക് കുറച്ചുകൂടെ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ കറികൾ ഉണ്ടാവാം അല്ലേ, വ്യത്യസ്തമായ ചോറുണ്ടാവും. വെറും ചോറല്ലാത്ത നെയ്ച്ചോറ്, ബിരിയാണി, കപ്സ, മന്തി എന്നൊക്കെ പറഞ്ഞുള്ള ചോറുകൾ ഉണ്ടാവാം. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് കൂടേണ്ടി വരും അല്ലേ. വെറും ചോറാണെങ്കിൽ വെറും അരി അത് കഴുകി വെള്ളത്തിലിട്ടാൽ മതി. പക്ഷെ കപ്സ ആകുന്ന സമയത്ത് അതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ ചേർക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആ റൈസ് കുറച്ചുകൂടെ എന്തായി, നല്ല റൈസായി. അതുപോലെ കറി, നമ്മളിപ്പോൾ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തക്കാളി പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറിയാവും. പിന്നെ അതിലേക്ക് മീനോ ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല കറിയാവും. പിന്നെ അതിലേക്ക് ഉപ്പേരി, അച്ചാറ്, ചമ്മന്തി അങ്ങനെയുള്ള വേറെ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ടാവും. ഇതൊക്കെ ഡെക്കറേഷൻസ് ആണ്. ബേസിക് ആയിട്ടുള്ള സാധനം ചോറ് കറിയാണെങ്കിൽ അതിലേക്ക് എന്താണ്, അതിലേക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസ് ആണ്, ബാക്കി പിന്നെ എക്സ്ട്രാ കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു ചോറും കറിയും വെക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കുക. എന്നിട്ട് ആ ചോറിൻ്റെയും കറീൻ്റെയും വെറൈറ്റി കൂട്ടാനും അതിലേക്ക് വേറെ സൈഡ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കാനും പഠിക്കുമ്പോൾ സമയത്ത് എന്തായി, നമുക്ക് ഭാഷ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചോറും കറിയും എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്, ചോറും കറിയും എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ചോറ് എങ്ങനെ കറി എങ്ങനെയെന്ന് നമുക്ക് പറയാം. അതിൽ തന്നെ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ വെറും വെള്ളം മാത്രമല്ലല്ലോ, അതിൽ കുറച്ച് സാധനങ്ങളുണ്ടാവും. അത്യാവശ്യമായിട്ട് വേണ്ട ഒന്ന് രണ്ട് കുറച്ച് സാധനങ്ങളുണ്ടാവും. വേറെയും ഒരുപാട് സാധനങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വാക്കാവാം, ഒന്നിലധികം വാക്കുകളാവാം. വേർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ ഒരു വാക്കാവാം, ഒന്നിലധികം വാക്കുകളാവാം. അപ്പോൾ ഏതൊക്കെ വാക്കുകളാണ് നൗൺ ഫ്രേസിനകത്ത് വരിക, ഏതൊക്കെ വാക്കുകളാണ് വേർബ് ഫ്രേസിനകത്ത് വരിക, അതിൽ വേർബ് എന്നുള്ള സാധനം എങ്ങനെ യൂസ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ 2-3 കാര്യങ്ങളെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഫസ്റ്റ് ക്ലാസ് എന്നുള്ള രീതിയിൽ ഞാൻ ഇത്ര മാത്രമേ ഇന്ന് നിങ്ങളടുത്ത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഓരോന്നായിട്ട് വിശദമായിട്ട് പഠിക്കും. ഇനി നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ നിങ്ങൾ ഒരു അരമണിക്കൂറോ അല്ല 1 മണിക്കൂറോ ഒന്ന് സ്പെൻഡ് ചെയ്യുക. ഒറ്റ സ്ട്രെച്ചിന് ഒറ്റ ഇതിൽ ഇരിക്കണത് ആവശ്യമില്ല. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ, ഡിക്ഷണറി ഒന്നും നോക്കരുത്, വേറെ എവിടെയും നോക്കരുത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രം ഒന്ന് എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 10 വാക്ക് ഇപ്പോൾ കിട്ടിയെന്ന് വരും. പിന്നെ നിങ്ങൾ കളിക്കാൻ പോയി, അല്ലെങ്കിൽ ക്ലാസ് ഭക്ഷണം കഴിക്കാൻ പോയി, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഒരു 10 വാക്കുകൾ ഓർമ്മ വരും. അത് കഴിച്ചു വന്നിട്ട് ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതുക. അതാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട പണി. എപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഇങ്ങനെ എഴുതി പോയാൽ മതി. എന്നിട്ട് നാളെ എനിക്കത് നിങ്ങൾ കാണിച്ചു തരണം, നിങ്ങൾ എഴുതിയ വാക്കുകൾ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരണം. ഓക്കെ, അതാണ് ഇന്ന് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് നാളെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് നാളെ ക്ലാസ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നാളെ 10 മണിക്ക് നമുക്ക് ഇതുപോലെ അടുത്ത ക്ലാസ് വെച്ചൂടെ? ഓക്കെ, അപ്പോൾ നാളെ 10 മണിക്കാണ് അടുത്ത ക്ലാസ് ഉണ്ടാവുക. ഈ വർക്കിംഗ് ഡേയ്സിൽ 10 മണിക്ക്. 10ാം ക്ലാസ്സിന് എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത് തന്നെ? 10ാം ക്ലാസ്സുകാർക്ക് എപ്പോഴാണ് ഈ വിക്ടേഴ്സിലെ ക്ലാസ്? 10ാം ക്ലാസ്സുകാർ ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, വിക്ടേഴ്സിലെ ക്ലാസ് എപ്പോഴാണ്? ആരുമില്ലേ? 10ാം ക്ലാസ്സുകാർ ആരുമില്ലേ? ആരൊക്കെ ഉണ്ടായിരുന്നു? ഷിഫാനോറിനൊക്കെ ഉണ്ടായിരുന്നു. 11 മണിക്ക്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ വീക്ക് ഡേയ്സിൽ നമ്മളിപ്പോൾ ആഴ്ചയിൽ 1-2 ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ എത്തൂല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ആഴ്ചയിൽ ഒരു 3 ക്ലാസ് എങ്കിലും വേണം. അപ്പോൾ അത് വർക്കിംഗ് ഡേയ്സിലും വരേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇന്ന് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നതുള്ള ബേസിക് ഐഡിയ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ്സോട് കൂടി, ഇന്നത്തെ ക്ലാസ്സിൻ്റെ പറ്റി അഭിപ്രായമല്ല, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോവല്ലേ, ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കില്ലേ? ചാറ്റിലൂടെ നിങ്ങൾക്ക് മറുപടി പറയാം, അല്ലെങ്കിൽ മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യാം. ഓക്കെ, ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതൊക്കെ പറയാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ
ഇപ്പോൾ ചോദിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വലിയ ഡൗട്ട്സ് ഒന്നും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ഞാൻ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി നമ്മളെ ക്ലാസ് എങ്ങനെ പോകാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. നല്ല ക്ലാസ്സാണ്. ഇനിയും ഇങ്ങനെ തുടരും. അല്ല, നെഹറിന് തുടരണം എന്നാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എങ്ങനെയാ പോകാം? നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്കും പേനയൊക്കെ വേണം കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർ ഇതിൽ നോട്ട്ബുക്ക് ഇല്ലാന്ന് തോന്നുന്നു കയ്യിൽ. സിനിമ കാണാൻ വന്നിരിക്കുന്ന പോലെ ഇതിൽ വന്നിരിക്കരുത്. യൂട്യൂബ് ലൈവിൽ കാണുന്ന ആൾക്കാരാണ് യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെ അല്ല ഇത് കാണേണ്ടത്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന പോലെ തന്നെ ബുക്കും പെന്നും ആയിട്ട് ഇരിക്കണം. ഓക്കെ സാർ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. യൂട്യൂബിലുള്ള ആൾക്കാർ ചാറ്റിലോട്ട് ചോദിച്ചാൽ മതി. യൂട്യൂബ് ലൈവ് ഞാൻ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാലും ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ കാണാം. അതുകൊണ്ടാണ് യൂട്യൂബിലൂടെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെയൊന്നും പരിപാടിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. സബ്സ്ക്രൈബ് ലൈക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അതല്ല അതിൻ്റെ ഉദ്ദേശം. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം 18-19 ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട്. ഈ യൂട്യൂബിൽ എത്ര പേരാന്നുള്ളത് ഇപ്പോൾ ഇനി നോക്കിയിട്ട് വേണം. 24 പേര് അതിലുണ്ട്. പക്ഷെ 130ഓളം ആളുകൾ ഇപ്പോൾ ടീച്ചേഴ്സ് അടക്കമാണ്. 120 ആൾക്കാർ നമ്മളെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും ലൈവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് യൂട്യൂബ് ഉള്ളത് കൊണ്ട് അവർക്ക് പിന്നീട് അത് യൂട്യൂബിൽ നോക്കിയിട്ട് കാണാം. കഴിയുന്നതും ലൈവായിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അപ്പോൾ ചോദിക്കാൻ വേണ്ടി ലൈവായിട്ട് തന്നെ നിങ്ങൾ സൂമിലോ അല്ലെങ്കിൽ ചാറ്റിലോ ഇരിക്കാൻ നോക്കുക. യൂട്യൂബിലോ ഇരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. മൈക്കൊക്കെ മ്യൂട്ട് ചെയ്ത് ഞാൻ ഒന്നുകൂടെ മൈക്ക് മ്യൂട്ട് ചെയ്ത് നിൽക്കണം. പിന്നെ നമുക്ക് പറയാൻ പറയുന്ന സമയത്ത് മൈക്ക് ഓൺ ചെയ്യുക, പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യുക. അത് നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പാലിക്കേണ്ട ഒരു ഡിസിപ്ലിൻ അതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ 10 മണിക്ക് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. വേറെ പ്രത്യേകിച്ച് ഡൗട്ട്സ് എന്തുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം. ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആൾക്കാരോട് നിങ്ങൾ പറയേണ്ടത്, അവർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തുടരേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവാം. ഞാൻ ആരൊക്കെ ലെഫ്റ്റായി എന്ന് നോക്കൊന്നുമില്ല, അങ്ങനത്തെ ഉള്ള പരിപാടിയൊന്നുമില്ല. നിർബന്ധിച്ച് പാരൻസൊക്കെ നിർബന്ധിച്ചിട്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിച്ച് പിന്നെ ക്ലാസ് ഒന്നും കാണാതെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമില്ല. കാരണം ഈ ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ കൂട്ടിയാൽ ശമ്പളമൊന്നും അധികം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരോടുത്ത് പറയാം, നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം, എന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യാം. ഇത് രണ്ടും ചെയ്യാത്ത ആൾക്കാർ, ലൈവായിട്ടോ അല്ലാത്ത സമയത്തോ ക്ലാസ് കാണാത്ത ആളുകൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പോകാൻ പറയാം. നിങ്ങളൊന്ന് അങ്ങോട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ബേസിക്കായിട്ട് തന്നെ മനസ്സിലാക്കി അതൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് അടിസ്ഥാനം ക്ലിയറാക്കി അടിത്തറ ലെവൽ ചെയ്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് പിന്നെ ഏത് രീതിയിലുള്ള ബിൽഡിങ്, നല്ല അടിത്തറ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് സ്റ്റൈലുള്ള ബിൽഡിങ് വേണമെങ്കിൽ നമുക്കവിടെ പൊക്കി ഉയർത്താൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അടിത്തറ നമ്മൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇത് ഇത്രമാത്രം നീണ്ടു പോകും സ്കൂൾ തുറക്കുക എന്നുള്ള ആദ്യത്തിലൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്ന് തുറക്കും, അല്ലെ അടുത്ത മാസം തുറക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുറക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോയതാണ്. ഏതായിരുന്നാലും ഇനി സ്കൂൾ തുറന്നാലും നമുക്ക് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ക്ലാസ്സിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോം തന്നെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷ പ്രയോഗിക്കാനുള്ള ഒരു ഇതിലേക്ക് മാറാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്, താങ്ക് യു. നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.